ഓം നമ ശിവായ. അമ്മേ ശരണം. നമ്മുടെ അമ്മയുടെ പിറന്നാളാണ് ഈ 27-ാം തീയതി. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അമ്മ എൻ്റെ കൂടെയുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഏത് വർഷം എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ അടുത്ത് പോയ സമയത്ത് അമ്മ ദർശനം തരുന്ന ഒരു സമയമല്ലായിരുന്നു. ആ ഒരു ദിവസത്തിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്വാമിജിനെ കണ്ടു. സ്വാമിജി പറഞ്ഞു, ഇന്ന് അമ്മ ആരും കാണാറില്ല, എന്തായാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു കുടിലുണ്ട്, ഇങ്ങനെ ചെറിയ കുടിലുകളോട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുടിലിനകത്ത് കൊണ്ടിരുത്തി, ദേവനോട് ഇരിക്കൂ, ഞാൻ അമ്മോട് പറഞ്ഞിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സ്വാമിജിയല്ല വരുന്നത്, സാക്ഷാൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അമ്മ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പോലെ തോന്നി എനിക്ക്. പെട്ടെന്ന് ഞാൻ ഇരിക്കുകയായിരുന്നു, ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നു. അപ്പോൾ അവിടെ ഒരു ചെയറിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ ഇരുന്നു. എന്നോട് പറഞ്ഞു, എന്താ മോൻ അകലെ ഇരിക്കുന്നത്, ഇങ്ങോട്ട് അടുത്തേക്ക് വരുമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ ഇവിടെ സൈഡിൽ ഞാനിരുന്നു. അപ്പോൾ എന്നെ തലോടി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അമ്മേനെ കാണുകയാണ്. ഞാൻ മറ്റേ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി നേരിട്ടിട്ട് ഞാൻ അമ്മേനെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ അമ്മോട് എന്താ മോനെ ചോദിച്ചു. അമ്മയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് അമ്മയുടെ ഒരു ലാളനയാണ്. ഒരു ചെറിയ കുട്ടിയോട് സംസാരിക്കുന്ന രീതിയിലാണ് അമ്മ നമ്മോടൊക്കെ ഇപ്പോഴങ്ങനെ തന്നെയാണ്. എത്ര വലിയ ക്രൗഡ് ഉണ്ടെങ്കിലും അമ്മ സംസാരിക്കുന്നത് ചെറിയ കുട്ടികളോട് സംസാരിക്കുന്ന മാതിരിയാണത്. അപ്പോൾ എന്നോട് ചോദിച്ചു, മോനെ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഞാൻ അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെ അയ്യോ മോനെ, അനുഗ്രഹം തരാനായിട്ട് ഞാൻ ആളല്ല, പ്രാർത്ഥിക്കാം, ഞാൻ മോനോട് ഞാൻ പ്രാർത്ഥിക്കാം, ഇത് സർവേശ്വരനാണ് അനുഗ്രഹം തരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട്, കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഒരുപാട് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ് പോകണം. ഒരു ചരിത്രമുണ്ടല്ലോ അമ്മയുടെ ഒരു ജീവിത കഥ. ആദ്യം അമ്മയിലുണ്ടായിരുന്ന ആ ഒരു മാറ്റം, വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായ ഒരു പ്രത്യേക ഒരു ദൈവിക ചൈതന്യം ഉണ്ടാവുകയുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അമ്മയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമ്മ എന്ന ആ വലിയൊരു സ്പിരിച്വൽ ഗുരുവായി മാറിയതിന് ശേഷമുള്ള അമ്മയുടെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അമ്മയ്ക്ക് ആശ്രമങ്ങളുണ്ടാവുക, ലോകത്തിലെല്ലാവരും അമ്മയെ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ അമ്മ ലോകത്തിലെ എല്ലാവരെയും ശ്രദ്ധിക്കുക, ഇതൊക്കെ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നിയതെന്ന് വെച്ചാൽ, ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയുടെ ഈ ജീവചരിത്രം, പണ്ടത്തെ ജീവചരിത്രത്തിനെ പറ്റി ഞാൻ വായിച്ചപ്പോൾ അതിലൊക്കെ കണ്ടത് അമ്മ ഈ ഉയരങ്ങളിലേക്ക് എത്താൻ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പിന്നെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ പണ്ട് ആദ്യം ഈ തലത്തിലേക്ക് ഉയർന്നപ്പോൾ ഒരുപാട് അമ്മ, അവിടുത്തെ നാട്ടുകാർ, ഈവൻ അമ്മേനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ജനങ്ങൾ മുഴുവനും, ആ പ്രദേശത്തെ ജനങ്ങൾ മുഴുവനും ഒരു സംശയദൃഷ്ടിയോട് കൂടി തന്നെയാണ് അമ്മയെ നോക്കിക്കണ്ടത്. അമ്മേനെ അവർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അമ്മ ആരാണെന്നും അമ്മ എന്താണെന്നും ഈ ലോകം മനസ്സിലാക്കിയതിന് ശേഷം എല്ലാവരും അമ്മയുടെ അടുത്ത് വന്ന് വളരെ ഭക്തിയോടും ആരാധനയോടും കൂടിയിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് അമ്മ അവരെ സഹായിക്കുന്നു. ലോകത്തിനും തന്നെ ഒരുപാട് നന്മകൾ അമ്മ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അമ്മേ, അന്ന് അമ്മയെ ദ്രോഹിച്ച
അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളുണ്ടാക്കിയ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത്. അമ്മയ്ക്ക് ചുറ്റും ആ പ്രദേശത്തുള്ള ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇപ്പോഴും ഉണ്ടല്ലോ. അവരെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ചിരിച്ചു അമ്മ. ചിരിച്ചിട്ട് മോനെ, അവർ അന്നും ഇന്നും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഞാൻ അവരെയാണ് ഇപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്നത്. അതിന് കാരണം ഞാൻ ഈ തരത്തിൽ എനിക്ക് വളർച്ച ഉണ്ടാവാനായിട്ട് ദൈവം അവരെ നിയോഗിച്ചതാണ്. അമ്മ അവരെ നിയോഗിച്ചതാണ്. അപ്പോൾ ദൈവം എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം ശക്തമായി അമ്മയിലുള്ള ആ ചൈതന്യം നിലനിൽക്കും, ആ ചൈതന്യത്തെ അമ്മ എങ്ങനെ ഉപയോഗിക്കും, ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് അമ്മ ഈ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അമ്മ എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളതിൻ്റെയൊക്കെ അമ്മയുടെ ക്ഷമയെപ്പറ്റി, അമ്മയുടെ ഭക്തിയെപ്പറ്റി, അമ്മയുടെ ആശയങ്ങളെപ്പറ്റി, അമ്മയുടെ ആദർശങ്ങളെപ്പറ്റി അമ്മയെ ഈശ്വരൻ പരീക്ഷിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചില ആൾക്കാരെ എന്നിൽ അയച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് അമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ നന്ദിപൂർവ്വമാണ് ഞാൻ അവരെ കാണുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ അതാണത്. അമ്മയുടെ ആ വ്യാഖ്യാനം ഉണ്ടല്ലോ. പണ്ട് നമ്മളെ ശത്രുവായിട്ട് കരുതിക്കൊണ്ട് നമ്മളെ ഉപദ്രവിച്ചവരെ ഇന്ന് അമ്മ ആലിംഗനം ചെയ്ത് അടുപ്പിച്ച് അവരെ സ്നേഹിക്കുന്നു, അവർക്ക് എന്തുണ്ടെങ്കിലും സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് അതാണല്ലോ സനാതനധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഞാൻ അമ്മയെ കാണുന്നത്. ഇന്നും അമ്മ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഒക്കെ ആയിരിക്കാം, അതൊരു വേറെ വിഷയമാണ്. പക്ഷേ അമ്മയെ ഞാൻ കാണുന്നത് ഈശ്വരനായിട്ടാണ്. കാരണം അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഈശ്വരൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ഒരു ഈശ്വരനല്ലാതെ അമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ ആർക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല. അത്രയും ഒരു ത്യാഗസമ്പന്നയായ, സ്നേഹസമ്പന്നയായ ഒരമ്മ, നമ്മുടെ എല്ലാവരെയും അമ്മ. എന്നും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന എൻ്റെ അമ്മ, അമൃതാനന്ദമയി അമ്മ. ആ അമ്മയുടെ പിറന്നാളാണ് ഈ വരുന്ന 27-ാം തീയതി. എന്തായാലും അമ്മയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സർവേശ്വരനോട്. അമ്മേ എന്നും ഞങ്ങളുടെ ഈ ലോകത്തിൻ്റെ, ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ എല്ലാവരുടെയും അമ്മയായിട്ട് ഇനിയും വർഷങ്ങൾ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം എന്നുള്ള പ്രാർത്ഥനയോടെ അമ്മയെ ശരണം, ദേവി ശരണം, ശക്തി ശരണം.